ഹായ് ഗൈസ്, ഇത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇതേ രാവിലെ 6:45, 6:50, 55 ആയപ്പോഴാണ് കേട്ടോ ഞാൻ എണീക്കുന്നത്. അപ്പോൾ സൂരജിന് വർക്ക് ഉണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് സൂരജിന് വർക്കുണ്ട്. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കുക്കിങ്ങിലോട്ട് പോയി. ഉച്ചത്തേക്കും കൂടി ഉള്ളത് ഉണ്ടാക്കും. രാവിലെ ഇതേ ഒരു കപ്പ് വെള്ളം കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പം 2 പേർക്കും കൂടിയുള്ള ചായ ഞാൻ ഇട്ടു. സൂരജ് ഈ ടൈമിൽ വർക്കിന് കയറിയിട്ടുണ്ടാവും. കാരണം അവർക്ക് 7 മണിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്. അപ്പോൾ 7 മണിക്ക് എന്തായാലും കയറണം. ഞാനിതേ ചായയൊക്കെ ഇട്ട് സൂരജിന് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം കൊച്ച് എണീക്കുന്നതിന് മുമ്പ് ബാക്കി എല്ലാ ജോലികളും ചെയ്ത് തീർക്കണം. പിന്നെ ഇന്ന് വാക്സിനേഷനും ഉണ്ട് കൊച്ചിന്. ഇതേ സൂരജിന് ചായ കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് നേരം വന്ന് എപ്പോഴും പുറത്തിരിക്കും കേട്ടോ. രാവിലെ ഈ പുറത്തിരിക്കാൻ ഭയങ്കര രസമാണ്. ഇതേ രാവിലെ ഞാൻ പുട്ടും എനിക്കതോ ഇത് കുറേ നാളായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പം രാവിലെ പുട്ടും മുട്ടക്കറിയുമായിരുന്നു. പിന്നെ ഉച്ചത്തേക്കുള്ളതെല്ലാം ഞാൻ ആ ടൈമിൽ തന്നെ നമുക്ക് പറ്റുന്ന പോലെ ഉച്ചത്തേക്കുള്ളതും കൂടി രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും, എന്നാലേ പറ്റുള്ളൂ. ഇതേ മുട്ടക്കറിയൊക്കെ റെഡിയായി. അങ്ങനെ ഈ ടൈമിൽ എനിക്കൊന്ന് കൊച്ചിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേ പിന്നെ പട്ടിക്കുട്ടികൾക്കുള്ള ഫുഡ്, പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു. മീനപ്പോൾ കഴുകി അത് വറുക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോഴാണ് ഈ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ ഞാൻ നന്നായിട്ട് അത്യാവശ്യം കഴിക്കുമായിരുന്നു. ഇതേ അപ്പോഴത്തേക്ക് കൊച്ചെണീറ്റ് കൊച്ചിനെ സൂരജ് എടുത്ത്. അപ്പോൾ ഇതേ അടുത്ത കറി വെക്കാനുള്ളതൊക്കെ. അപ്പോൾ മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് കൊച്ചിൻ്റെ അടുത്ത് ഞാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ടൈം ചെന്ന് ഫീഡ് മാത്രം ചെയ്ത് പിന്നെയും സൂരജിനെ കൊടുത്തിട്ട് വന്നു. പിന്നെ ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ കൊച്ചിന് വാക്സിനേഷൻ കൊണ്ടുകൊണ്ട് കൊച്ചി ഇവിടെ ദയനീയമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ്റെ അമ്മ അതോ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചിൻ്റെ എണ്ണ തേച്ച് കുളിപ്പിച്ചെല്ലാം ഞാൻ തന്നെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി റെഡിയായി. പക്ഷേ സൂരജ് ആ ടൈമിലും ജോലി ചെയ്യുമായിരുന്നു. പിന്നെ ഇതേ കൊച്ചിനെയൊക്കെ റെഡിയാക്കി വാക്സിനേഷൻ ബുക്കെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ആ ടൈമൊക്കെ ആയപ്പോഴാണ് സൂരജ് ഇറങ്ങിയത്. അത്യാവശ്യം ലേറ്റായി. സൂരജ് ഉച്ചയ്ക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. നമ്മളിതേ ഇറങ്ങി പോയി. പക്ഷേ എനിക്കൊന്ന് 1 മണി എന്തോ ആയി. നമ്മൾ ചെന്നപ്പോൾ ആളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഒറ്റൊരാളില്ലായിരുന്നു അവിടെ. കാരണം നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് എന്തായിരുന്നു, അവരപ്പോൾ നേരത്തെ വരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിള്ളേർക്കത് ബുദ്ധിമുട്ടാണ്. കാരണം ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയൊക്കെ ആവുന്നതിന്. ഇതേ നമ്മൾ പിന്നെ OP ഒക്കെ എടുത്ത് വെയിറ്റൊക്കെ നോക്കിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിട്ടോ. കൊച്ചു കാര്യം ചെയ്യട്ടോ. ബായ് അരെ ബായ്. ഇതാണ് വാക്സിനേഷൻ്റെ ഷെഡ്യൂൾ പിള്ളേർക്കുള്ള. എവിടെ ഇതിപ്പോൾ 3 ml കൊടുക്കണം. ഇന്ന് നമുക്ക് എത്ര 10 ആഴ്ചയിലതായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ പെൻഡാവാലൻ്റ് വാക്സിനേഷനൊക്കെ എടുക്കുമ്പം രാവിലെ വരണം, നേരത്തെ വരണം. അല്ലാതെ അതാണ്ട് എല്ലാവരും പോകും കണക്ക് വന്നു കഴിഞ്ഞാൽ അവരടിച്ച് വെടി നടക്കും. ഇവിടെ ഒറ്റ മനുഷ്യരല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, ഈ ഉച്ച സമയത്തൊക്കെ പിന്നെ ഈ വാക്സിനേഷൻ എടുത്ത് കൊച്ചിനെ കൊണ്ടൊക്കെ വെയിലത്തൊക്കെ പോണത് കൊച്ചിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയണത്. നമ്മളടുത്തും പറയും കേട്ടോ. അത് നമ്മൾ 12:30 വരെയാണ്. നമ്മൾ 12:30ക്കാണ് എത്തിയത്. ഉണ്ടോ, നമ്മളെപ്പോഴും സിമ്പിളായിരിക്കണം കേട്ടാക്കളെ. പിന്നെ അവിടെ കണ്ട ഒരു ഊഞ്ഞാലിൽ പതുക്കെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ടൊക്കെയാണ് വന്നത്. കൊച്ചിനെ കൊണ്ട് സൂരജ് കുറച്ച് നേരം ഊഞ്ഞാലാടി. അങ്ങനെ കാരണം കൊച്ചിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷനായിട്ട് ഫീൽ ചെയ്യുമ്പോൾ കൊച്ചിനും ഭയങ്കര ടെൻഷനായി ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ.